ഞാൻ ഇന്നലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ വായിച്ചു പോയി ആ കമൻറ്റ്. അതായത്, നിങ്ങൾ എന്തിനാണ് പുട്ടിൽ തേങ്ങ ഇടും പോലെ ആശയങ്ങളോട് യോജിക്കുന്നില്ല, അത്തരത്തിൽ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? യഥാർത്ഥത്തിൽ ഞാൻ ആ മനുഷ്യന് അവിടെ ഞാൻ മനസ്സിലാക്കിയ എന്താ അറിയോ, ഈ AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആ മനുഷ്യർക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കുറേ ആളുകൾ അണികളിൽ നിന്നും അതേ സമയം മറ്റുള്ള സംഘടനയിൽ നിന്നൊക്കെ പറയാണ് സുന്നി ഐക്യം നടക്കട്ടെ. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് എന്താ പറയുക, അതിലൊക്കെ ഉപരി മനുഷ്യർ തമ്മിൽ ഐക്യപ്പെടണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആളുകൾ സംസാരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മനുഷ്യർ തമ്മിൽ ഐക്യപ്പെടാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ നമ്മളെ രാജ്യത്ത് പലതും സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയോ, നമുക്ക് ഇന്ത്യയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ട്. നമ്മുടെ ചുമതലകളും നമ്മുടെ കടമകളും അത് യഥാർത്ഥത്തിൽ പറയുന്നതുണ്ട്. നമുക്ക് നമ്മളെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. നമ്മളെ മത സന്ദേശങ്ങൾ മനുഷ്യരോട് നല്ല രീതിയിൽ പറയാനുള്ള അവകാശങ്ങളുണ്ട്. വർഗീയത ഇവിടെ വളർത്താൻ അവകാശമില്ല. നിങ്ങൾ വർഗീയതക്കെതിരെ, ഫാസിസത്തിനെതിരെ നിങ്ങൾക്ക് നന്നായിട്ട് ഏതൊരു ശക്തിക്കും ഏതൊരു സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ലത് എന്താ അറിയോ, നമ്മൾ ഓരോ മതങ്ങളും ഐക്യപ്പെടുക എന്നാണ്. അല്ലാതെ അവിടെ സുന്നി ഐക്യം നല്ല ചിന്തിക്കേണ്ടത്. അവിടെയാണ് പലരും ഈ അണികൾ വിവരമില്ലാത്ത അണികളാണ്. കാരണം വിവരമില്ലാത്ത അണികൾ തന്നെ യൂട്യൂബും മൈക്കെടുത്ത് എന്തോ വിളിച്ച് പറയണം. അവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങളെന്താ അറിയോ, സുന്നി ഐക്യത്തിനൊക്കെ മുന്നേ മനുഷ്യർ തമ്മിൽ ഐക്യപ്പെടണം, മതങ്ങൾ തമ്മിൽ ഐക്യപ്പെടണം. എങ്ങനെയാണ് മതങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാവുക? ഹൈന്ദവ മതങ്ങളാണെങ്കിൽ അവരെല്ലാവരും തമ്മിൽ ഐക്യപ്പെടട്ടെ. ക്രിസ്ത്യാനികളാണ് അവരൊന്നിച്ച് ഐക്യപ്പെടട്ടെ. മുസ്ലിങ്ങൾ അവരൊന്നിച്ച് ഐക്യപ്പെടട്ടെ. അപ്പോഴല്ലേ മനുഷ്യർ തമ്മിൽ, മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദം ഉണ്ടാവുള്ളൂ. മതസൗഹാർദ്ദം എന്താണെന്ന് അറിയാത്ത തന്നെ കുറേ മന്ത്രിമാരും കുറേ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഒരിക്കലും ഒരു ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ പോയിട്ട് അവരെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ അവരെ ഇതിൽ ഒരു മുസ്ലിം പോയിട്ട് ഇടപെട്ട് അവിടെ വിളക്ക് കത്തിക്കൽ എല്ലാം മതസൗഹാർദ്ദം. അതേസമയം ഒരു ഹൈന്ദവന് വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് അവിടെ നമ്മളെ കാര്യങ്ങൾ കൂടുതലല്ല മതസൗഹാർദ്ദം. യഥാർത്ഥത്തിൽ നമ്മളെ മതത്തിൽ വിശ്വസിക്കുകയും അവരെ മതത്തിൽ വിശ്വസിക്കുകയും അതേസമയം പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സ്നേഹം വളർത്താനും വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ജീവിക്കലാണ് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം. അങ്ങനെ ഒന്നിച്ച് നിൽക്കുമ്പോഴേ ഈ ഫാസിസത്തിൻ്റെ കരങ്ങളിൽ ജീവിക്കുന്ന വർഗീയ വിഷവാദികളൊക്കെ നമുക്കൊന്നിച്ച് നേരിടാൻ കഴിയും. യഥാർത്ഥത്തിൽ വർഗീയത വളർത്തുന്ന ഒരു സംഘടനയെയും നമ്മൾ ഒരിക്കലും മതത്തിൻ്റെ ഭാഗമല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ അവിടെ നിങ്ങൾ സുന്നി ഐക്യം എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. യഥാർത്ഥത്തിൽ മനുഷ്യർ തമ്മിൽ ഒന്നിക്കുക എന്നുള്ളതാണ് ഏറ്റവും. നമ്മളെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ മുസ്ലിങ്ങളെല്ലാവരും ഒന്നിക്കണം. അവിടെ നിങ്ങൾ ജമാഅത്ത് അല്ലെങ്കിൽ മുജാഹിദ്, സുന്നി അല്ലെങ്കിൽ AP ഇങ്ങനെയുള്ള വിഭിന്ന കക്ഷികളായിട്ടല്ല നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത്. മതനേതാക്കന്മാർ പല മനുഷ്യരും പലപ്പോഴും യാത്ര നടത്തുന്നുണ്ട്. ആ യാത്രയുടെ ലക്ഷ്യം എപ്പോഴും നല്ല ഇതിൽ അത് സഫലമാവണം എന്നുണ്ടെങ്കിൽ പല യാത്രകളുടേക്കും ലക്ഷ്യങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ AP അബൂബക്കർ മുസ്ലിയാർ ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്താണ്? മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ്. നിങ്ങൾ ഈ അണികൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഈ ബുദ്ധിയില്ലാത്ത അണികളാണ് പലപ്പോഴും എന്തെങ്കിലും മൈക്കയിൽ വന്നിട്ട് അവർക്കും യൂട്യൂബിൽ ഒരു കുറേ ചാനലും സബ്സ്ക്രൈബേഴ്സും ഉണ്ടാകുമ്പോൾ വിഡ്ഢിത്തരം വിളിച്ച് പറയും. ആ വിഡ്ഢിത്തരം ഏറ്റെടുത്തുകൊണ്ട് കുറച്ച് ടീമുകൾ വേറെ ഉണ്ടാവും. ആ സമയത്താണ് ഇത്തരം ഒരു യാത്രയുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യാത്രയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ കൺഫ്യൂഷൻ വരുത്തുന്നത്. ഇപ്പോഴും സുന്നി വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ, എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ല, ചില ആളുകൾ ഇദ്ദേഹത്തിൻ്റെ യാത്രയെ വളരെ ഇതായിട്ട് കാണുന്നുണ്ട്. അതേസമയം ഇതിൻ്റെ ഉള്ളിൽ തന്നെ പരസ്പരം ജമാഅത്ത് അല്ലെങ്കിൽ മുജാഹിദ് ഇത്തരത്തിൽ ഒരു വർഗീയത സൃഷ്ടിക്കുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചില ആളുകൾ, എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ല. അവർ പറയുന്നത് സുന്നി ഐക്യം. നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ നിങ്ങൾക്ക് മുസ്ലിം ഐക്യം എന്ന്? ഹൈന്ദവർക്ക് പറയാം, ഹൈന്ദവരും യാത്ര നടത്തട്ടെ. അവർ പറയണം
ഹൈന്ദവ ഐക്യം എന്ന്. യഥാർത്ഥ ഹൈന്ദവ വിശ്വാസിക്കും യഥാർത്ഥ മുസ്ലിം ഇസ്ലാം മത വിശ്വാസിക്കും യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസിക്കും ഒരിക്കലും ഭീകരവാദി ആവാൻ കഴിയില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇത്തരം ഭീകര ചിന്താഗതിയെ പ്രോത്സാഹിപ്പിക്കുന്നവരൊന്നും ഈ യഥാർത്ഥ മതവിശ്വാസി അല്ല എന്നും നമ്മൾ മനസ്സിലാക്കുക. ഇതൊന്നും അറിയാതെ ഇത്തരം വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഞാൻ എന്താണ് നമ്മൾ ഇതിനൊക്കെ പറയുക? സത്യം പറയാലോ, നമ്മളൊക്കെ പലപ്പോഴും പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ തന്നെ അന്തമില്ലാത്ത ചില അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്, മത അധ്യാപകർ. അതായത് ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനം, ഇപ്പം ക്രിസ്തു മതത്തിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും ഇസ്ലാം മതത്തിലാണെങ്കിലും ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കിയ ചിന്താഗതി വെച്ചുകൊണ്ട് ഒരിക്കലും ആ ഒരു വിദ്യാഭ്യാസ രീതി വെച്ചുകൊണ്ട് ഒരിക്കലും കുട്ടികളിൽ അത് നിങ്ങൾ ഇൻജക്റ്റ് ചെയ്യരുത്. കുട്ടികളിൽ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് മതസൗഹാർദ്ദത്തെക്കുറിച്ചും അല്ലാതെ അവിടെ ജമാഅത്തിനെ കുറിച്ചോ മുജാഹിദിനെ കുറിച്ചോ അല്ലെങ്കിൽ മുജാഹിദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവർ അവിടെ സുന്നിനെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ ജമാഅത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവർ അവിടെ മറ്റുള്ള സംഘടനയെക്കുറിച്ചോ, അതേസമയം ഹൈന്ദവരാണെങ്കിലും ക്രിസ്ത്യാനികളാണെന്നെങ്കിലും ഇങ്ങനെയൊന്നും അല്ല പഠിപ്പിക്കേണ്ടത്. എങ്ങനെ തമ്മിൽ മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും മതങ്ങൾ തമ്മിൽ എങ്ങനെ ഐക്യപ്പെടാം എന്നാണ്. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കിയാൽ മതി. ഇന്ത്യ നേടിയെടുത്തപ്പോഴേ, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിപ്ലവങ്ങൾ നടത്തിയിട്ടാണ് ഇവിടുന്ന് ക്വിറ്റ് ഇന്ത്യ സമരം നടത്തി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമായത്. അവിടെ എവിടെയെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ ഇത് അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ ഇനി എവിടെയെങ്കിലും മറ്റുള്ള സംഘടനകളെ പേരുണ്ടായിട്ടാണോ? നമ്മൾ അവിടെയൊക്കെ ഒരേ ഒരു ലക്ഷ്യം മാത്രം, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ള. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബ്രിട്ടീഷുകാർ ചെയ്തതും എന്ത് തന്നെ ആയിരുന്നു അറിയോ? മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ ഭിന്നിപ്പിക്കാനായിരുന്നു അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഭിന്നിപ്പ് തന്നെയായിരുന്നു നമ്മളിലേക്ക് നമ്മളെ വളരെ പെട്ടെന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിഭിന്നിപ്പിച്ചതും നാട്ടുരാജാക്കന്മാരൊക്കെ ഭിന്നിപ്പിച്ചത്. അവിടെ ഹിന്ദുക്കളിലാണെങ്കിൽ ജാതീയത സൃഷ്ടിച്ചത് ആരാണ്? അതൊക്കെ ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അതുപോലെ പല സമയത്തും ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് നമ്മുടെ ഇന്ത്യ നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടത് എങ്ങനെയാണോ ഇതേ സാഹചര്യം തന്നെയായിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അവിടെ അന്ന് ഉണ്ടാക്കിയ ഒരു വലിയ ഒരു രാജ്യം മറ്റുള്ള ഒരു രാജ്യത്തിൻ്റെ കൈകളിൽ അകപ്പെട്ട് പോയപ്പോഴേ അതിന് തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ ഏറെ കഷ്ടപ്പെട്ടു. അവിടെയൊക്കെ എല്ലാവരും ഒരൊറ്റ മനുഷ്യരായിക്കൊണ്ടേയിരുന്നു. നമ്മുടെ ഇന്ത്യക്കാരൻ്റെ ചോര അല്ലെങ്കിൽ നമ്മുടെ ഒരേ ഒരു ആയുധം എന്തായിരുന്നു? നമ്മുടെ ഓരോരുത്തരും ചിന്തിച്ചിരുന്നത് എൻ്റെ ഇന്ത്യ തിരിച്ചു പിടിക്കണം എന്നായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഹിന്ദു രാഷ്ട്രം, അല്ലെങ്കിൽ എൻ്റെ മുസ്ലിം രാഷ്ട്രം, എൻ്റെ ക്രിസ്തീയ രാഷ്ട്രം എന്നില്ലായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ AP അബൂബക്കർ മുസ്ലിയാർ നമ്മളുടെ മുന്നിൽ വന്നിട്ടുള്ളത് മനുഷ്യർക്കൊപ്പം എന്നുള്ള ഇത് ആശയം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളെ മുന്നിലേക്ക് വരുമ്പോഴേ നമ്മൾ ഇനിയും ഒരിക്കലും അവിടെ ഒരിക്കലും നിങ്ങൾ സുന്നി ഐക്യം എന്നോ അത്തരത്തിൽ ഐക്യം എന്നോ ചിന്തിക്കാതെ നിങ്ങൾ മനുഷ്യർ തമ്മിലുള്ള ഐക്യം, മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുക. അതിനെക്കുറിച്ചൊക്കെ നിരന്തരം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ബുദ്ധിയില്ലാത്ത അണികൾ അതേ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും അബൂബക്കർ മുസ്ലിയാർ തന്നെ ചില പഴയ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാൻ കട്ടിങ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയും അദ്ദേഹത്തിന് അന്നൊരു പക്ഷേ അദ്ദേഹത്തിന് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം എന്നാൽ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അവിടെ മറ്റുള്ള വഹാബികളോട് നമ്മൾ ഒരിക്കലും യോജിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ വീണ്ടും അദ്ദേഹം മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇനി വന്ന് അത്തരത്തിൽ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇനി ഒരിക്കലും അദ്ദേഹം കൂടെ ഈ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം കൂടെ ഏറ്റെടുത്ത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നും ഹിന്ദുക്കൾ തമ്മിലുള്ള ഐക്യം എന്നും ക്രിസ്ത്യാനികൾ തമ്മിലുള്ള ഐക്യം എന്നും വീണ്ടും അണികൾ കൂടെ അദ്ദേഹത്തോടെ കൂടെ സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഏറ്റവും വലിയ ഐക്യം മനുഷ്യർ തമ്മിലുള്ള ഐക്യം തന്നെയാണ്. മനുഷ്യർ തമ്മിലുള്ള ഐക്യമില്ലാതെ ആവുമ്പോഴേ ഇവിടെ ഫാസിസം വളരും. ഫാസിസം വലിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. നിങ്ങൾ മുസ്ലിങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട്, ക്രിസ്ത്യാനികൾ ഒന്നിച്ച് നിന്നുകൊണ്ട്, ഹിന്ദുക്കൾ ഒന്നിച്ച് നിന്നുകൊണ്ട്, നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങളും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഫാസിസത്തെ ഒറ്റയടിക്ക് കെട്ടിക്കാം. അവിടെ നമ്മൾ മറ്റുള്ളൊരു
വിഭാഗം എന്നുള്ള ഇതില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഏതായാലും നമ്മുടെ രാജ്യത്ത് സമാധാനം വളരട്ടെ എന്നാണ് ഇത്തരത്തിലുള്ള യാത്രകൾ നടക്കണം. മനുഷ്യർക്ക് ഏതൊരു മനുഷ്യനും തിരിച്ചറിവുണ്ടാവും എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ആശയങ്ങളോടും ഇതിനോടൊന്നും ഒരു പക്ഷേ ഞാൻ എന്നല്ല പലരും അബൂബക്കർ മുസ്ലിയാരുടെ ആണെങ്കിലും മറ്റുള്ള പല രാജ്യത്തിലുള്ള പല മത വിഭാഗത്തിലുള്ള ആളുകളുടെ ആശയങ്ങളോടും ഇതിനോടൊന്നും ആരും യോജിക്കുന്നുണ്ടാവില്ല. പക്ഷേ മനുഷ്യത്വം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ നമ്മൾ അതിന് പിന്നിലാണ് അണിനിരക്കേണ്ടത് എന്ന് നിങ്ങൾ വിഡ്ഢികളായ അണികൾ അതും ഇതും വിളിച്ചു പറയാതെ മനുഷ്യർക്കൊപ്പം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയത്തിന് നിങ്ങൾ ശക്തി പകരാൻ ശ്രമിക്കുക. ഏതായാലും വീഡിയോ വെച്ചിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.